കേറിയിരിക്കി. ആ ആ ആ എന്താടി മോളെ? എന്താ അതുള്ള റൌഫിന്റെ വിവരം? ജോലി വല്ലതും ആയോ? ഓൻ്റെ ഒരു വിവരവും ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. ജീവിച്ചിരിപ്പുണ്ടോ തന്നെ പഠിച്ചോനറിയാം. ജീവിച്ചിരിപ്പുണ്ട് എന്ന് കൂട്ടിക്കോ. അതുകൊണ്ടാ വിവരമൊന്നും അറിയാത്ത. മരിച്ച വിവരം അറിയിക്കാൻ ഒരുപാട് ആളുണ്ട് അവിടെ. ഏതായാലും ഓനക്ക് മാത്രം അവിടെ പണി കിട്ടാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഓൻ്റെ പാവത്തരം കൊണ്ടാന്നാ എനിക്ക് തോന്നുന്നത്. ഒരു കാര്യത്തിൽ ഒരു തൻ്റെ ഇടമില്ലല്ലോ. എൻ്റെ മോനല്ലേ. മനുഷ്യന്മാരിങ്ങനെ അങ്ങോട്ട് പാവാവരുത്, പ്രത്യേകിച്ച് ഈ കാലത്ത്. ആ വീട് വാടക എടുത്തെന്ന് കേട്ട്. ആ ഇനിയെങ്കിലും ഈ വീട് ഒഴിഞ്ഞു തരണ്ട ആചാരെ. 6 മാസത്തെ അവധി തന്നത് ഒരു കൊല്ലം കഴിഞ്ഞ്. എന്നിട്ട് എന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്നാലും അവനാൻ കണ്ടറിയണ്ടേ. എന്നാലേ വാടക പുരക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് അനക്ക് എന്നോടൊന്ന് ചോദിച്ചൂടായിരുന്നു? ഈ തിരക്കിട്ട് ഈ വീട് ഒഴിഞ്ഞാലും ഞാനും കുടുംബം ഇങ്ങോട്ട് താമസം മാറ്റാനൊന്നും പോണില്ല. ഏതായാലും ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും മാറണില്ല. മാറേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും. മനസ്സിലായില്ലേ? ആ വാടക പുരക്ക് കൊടുത്ത അഡ്വാൻസ് പൈസ തിരിച്ചു വാങ്ങിക്കാള്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് വന്നത് മോളെ. അസ്സലാമലൈക്കും. വാലൈക്കും മുസ്സലാം. ആ ആരാത്? അങ്ങോട്ട് കേറിയിരിക്കേ. ഇരിക്കാൻ സമയമല്ല, എനിക്ക് അടുത്ത ട്രെയിൻ ഷൊർണൂർ വരെ പോകണം. റൌഫിന്റെ കത്താത്. ഒരു 10,000 ഉറുപ്പിയുണ്ട്. തന്നെ? ഞങ്ങൾ തമ്മിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഓൻ്റെ ഒരു സുഹൃത്ത് എയർപോർട്ടിലേക്ക് കൊണ്ടു തന്നതാ അത്. ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഏതായാലും അവിടെ ചെന്നിട്ട് റൌഫിനെ കാണാൻ ശ്രമിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമലൈക്കും. വാലൈക്കും മുസ്സലാം.
ആരപ്പ ഇവിടെ വന്നു പോയത്? നമ്മൾ ഉസ്മാനില്ലേ, ഓൻ വന്നിക്കണ്. ഓൻ കൊണ്ടുവന്ന ഈ കത്തും പൈസ. എവിടെ? അൽഹംദുലില്ലാ. മോളെ ആബി. എന്താപ്പാ? ദാ മോളെ റഊഫിന്റെ കത്തുണ്ട്. എവിടെ? ശരി. പ്രിയപ്പെട്ട ആബി, നിനക്ക് സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പൊന്നുമക്കളുടെ അവസ്ഥ എന്താണ്? വൈകി അയക്കുന്ന ഈ കത്തിൽ ഒരുപാട് നല്ല വർത്തമാനങ്ങൾ എഴുതാൻ ആഗ്രഹിച്ചിരുന്നു, കഴിയുന്നില്ല. ഗൾഫിനെ കുറിച്ചുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ നൽകി കൊതിപ്പിച്ച എന്നോട് പൊറുക്കണം. ജീവിതത്തിൽ ഒരു തൻ്റെ ഇടവില്ലാത്ത എനിക്ക് നമ്മുടെ കുഗ്രാമം തന്നെ മതിയായിരുന്നു. എല്ലാവരെയും ഓർത്ത് കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണീർ പറ്റി. എൻ്റെ മുന്നിൽ ഇപ്പോഴും ഇരുട്ടാണ്. അതിൽ തപ്പിത്തടഞ്ഞ് എത്ര ദൂരം പോകാൻ കഴിയുമെന്ന് അറിയില്ല. കൈ വിറക്കുകയാണ്. എഴുത്തു ചുരുക്കുന്നു. കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്. ഒരു വിഹിതം നിനക്കും ഉണ്ടായിരിക്കും. അതിൽ എൻ്റെ ഒരു വർഷത്തെ ജീവിതമുണ്ട്. പ്രാർത്ഥനയോടെ നിന്റെ സ്വന്തം മിക്ക. എന്താ സൈന ഈ പൈസ കൊണ്ട് ചെയ്യാ? ഏത് കട ആദ്യം വീട്ട? എനിക്കൊന്നും അറിയൂല. മോളെ ആബി. എന്തപ്പാ? ആ, ഇത് റഹൂഫ് അയച്ച പൈസയാണ്. എന്നാ, അനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഇതവിടെ വെച്ചോ. വേണ്ടപ്പാ. വേണ്ട മോളെ, ഇതവിടെ വെക്ക്. അത് ഉപ്പാന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. ഏതായാലും ഒരു കണക്കിന് സമാധാനായി. തൽക്കാലത്തേക്കാണെങ്കിലും ഒരു ജോലി കിട്ടിയല്ലോ. മനുഷ്യന്മാരെ ചോദ്യത്തിന് സമാധാനം പറയാലോ. മനുഷ്യന്മാരെ ചോദ്യം എനിക്ക് പ്രശ്നം. പരിചയമുള്ളവരൊക്കെ കടം വാങ്ങി കൂട്ടിയോണ്ട് തല പൊക്കി നടക്കാൻ കഴിയുന്നില്ല. കടക്കാരനായാല് അഭിമാനം പോകും. ഏതായാലും ആരും അങ്ങാടിയിലിട്ട് ഇന്നെ ഇതുവരെ വഷളാക്കിയിട്ടില്ല. ആ, അതാണ് ആകെയുള്ള സമാധാനം. അല്ലെങ്കിൽ എന്നോ നാട് വിടേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളല്ലേ ഗൾഫ് പോവില്ലെന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ പോവാൻ തീരുമാനിച്ചൂലേ? പറഞ്ഞിട്ടെന്താ കാര്യം? മുതലക്കച്ചവടം ചെയ്ത് ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഗൾഫിൽ പോകാതെ നിന്നിട്ട് എന്താ കാര്യം? ഇവിടെ ഉള്ളവർക്ക് ജീവിക്കണ്ടേ? പോകാൻ മനസ്സുണ്ടായിട്ടല്ല. ആ, അസ്സലാമലൈക്കും. അലൈക്കും സലാം. കാത്തുക്കണ്? എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നത്. എനിക്ക് വാടകക്കാരെ കൊണ്ടെടുക്കുന്ന പണിയല്ല, എന്റെ പണിന്റെ സ്വഭാവം എനിക്കറിയാലോ. ചൂടാവല്ലേ? ദുബായിൽ ആർക്കെങ്കിലും പറഞ്ഞ സമയത്ത് എത്താൻ കഴിയോ? അതൊക്കെ പോട്ടെ, എവിടെ നമ്മൾ കക്ഷി? കാത്തു നിന്ന് ഇപ്പൊ മൂത്രമൊഴിക്കാൻ പോയിണ്. ഇപ്പൊ വരും. മുയലളിയപ്പോ അല്ലേ? ആ, ആകെ പോട്ടെ. വാടകന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം ടീക്കാ. ആ, ടീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനം വാടക എന്റെ കീശേന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായത്. ഒരുത്തനെയും കൂടി കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ അത്രയും കൂടി വാടക കുറഞ്ഞിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. റൂമിൽ സ്ഥലം ഉണ്ടായിട്ടല്ല. ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോവും. റൂമിൽ ആളില്ലല്ലോ എന്ന് കരുതി വാടക കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അതാണല്ലോ ദുബായിൻ്റെ അവസ്ഥ, എനിക്കറിയാലോ. അപ്പോൾ ആ സ്പേസിൽ ഒരാളും കൂടി കയറ്റി വാടക അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ സാഹസത്തിന് ഒരുങ്ങിയത്. മനസ്സിലായില്ലേ? ആഹാ, ആള് തെത്തി. കുഞ്ഞാണി, ഇപ്പൊ എനിക്ക് സമാധാനമായി. എന്റെ സമാധാനം പോയി. നിങ്ങൾ പരിചയക്കാരല്ലേ? അപ്പൊ എന്റെ പണി കഴിഞ്ഞ്. എനിക്ക് പണി കൂടി. ഈ ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. താങ്ക് യു. ഇവനെന്റെ അയൽവാസിയാ. അങ്ങനെയാണെങ്കിൽ കഴിച്ചില്ലല്ലോ. പോര്.
എന്ത് പറ്റി? എന്താ ഇവിടെ നിക്കണേ? എൻ്റെ കൂടെ നാട്ടുകാരനായിരുന്നു. ഓനിപ്പോൾ കാണാനില്ല. താമസിക്കാനൊരു സ്ഥലമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നാട്ടുകാർ ഒരു കാലത്ത് വിശ്വസിക്കരുത്. അവർ തരം കിട്ടിയാൽ പറ്റിക്കും. നിന്നെ പറ്റിച്ച നാട്ടുകാരൻ ഒരു കാലത്തും കൊണം പിടിക്കാതെ പോട്ടെ. ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. തൽക്കാലം എൻ്റെ കൂടെ പോര്. അതെടുത്തോ. ഇവിടെ നിന്നോ, എനിക്ക് റൂമിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഞാനും അങ്ങോട്ട് വരാം. അപ്പോൾ ഒരു